വി ഡി സതീശന്റെ ഏകാധിപത്യ മനോഭാവം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതൊരു അല്പ കുറവായിരുന്നു. മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വി ഡി സതീശന്റെ ഒരു ഏകാധിപത്യ സ്വഭാവവും ഞാനാണ് എല്ലാം നേടിയത് എന്ന തരത്തിലുള്ള പ്രചരണവും ശക്തമായിരുന്നു. ടീം UDF, ടീം കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോഴും അതിനപ്പുറം ഞാൻ മാത്രമാണ്, ഞാനാണ് ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് എന്ന അവകാശവാദം സതീശൻ ഉന്നയിച്ചിരുന്നു. അതിനെയാണ് PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം മനോരമയുടെ നേരെ ചൊവ്വേ അഭിമുഖത്തിൽ പരോക്ഷമായി വിമർശിച്ചത്. കോൺഗ്രസിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ചോദിക്കും, UDF ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയതല്ല. അബ്ദുൾ റബ്ബിനെ പോലുള്ള മുതിർന്ന ലീഗ് നേതാക്കൾ തന്നെ പറഞ്ഞതാണ് ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗ് അർഹരാണ്, അങ്ങനെ പല മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ആകണം ഉപമുഖ്യമന്ത്രി ആകാൻ പലപ്പോഴും കശകെട്ടി ഇരുന്ന ആളാണ് കുഞ്ഞാലിക്കുട്ടി എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ പറയുന്നത് എന്താണ്? ഒരിക്കലും UDF ഒരു ബലാബല പരീക്ഷണത്തിന് ലീഗ് നിൽക്കുകയില്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വാദപ്രതിവാദമോ നടത്തുകയില്ല. പക്ഷെ ആരെങ്കിലും ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാൽ അതിനെ ഒട്ട് അംഗീകരിക്കുകയുമില്ല. ഇതാണ് കറക്റ്റ് വാക്കുകൾ. അതിനെ അംഗീകരിക്കുകയില്ല. അത് പറയുന്നത് കൃത്യമാണ്. പരോക്ഷമായും പ്രത്യക്ഷമായും കൊള്ളുന്നത് വി ഡി സതീശന് തന്നെയാണ്. വി ഡി സതീശനോട് മുസ്ലിം ലീഗിന് അത്ര വലിയ ഒരു ബാന്ധവം, ഒരു ഇഷ്ടം ഇല്ല. പല തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും വി ഡി സതീശന്റെ നിലപാടുകളെ ലീഗ് പരോക്ഷമായും പരസ്യമായും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലീഗിന്റെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, SDPI ഇവരുടെ ഒരു അതിശക്തമായ പ്രവർത്തനം കൊണ്ടാണ് അവിടെ രാഹുൽ മാങ്കൂട്ടം ജയിച്ചു വന്നത്. പക്ഷേ അതിനെ പോലും ഒരു വില കൽപ്പിക്കാതെ, അതിന് ഒരു വിലയും നൽകാതെ ഉള്ള സമീപനമാണ് വി ഡി സതീശനിൽ നിന്ന് ഉണ്ടായത്. ഇത്തരം മുൻ അനുഭവങ്ങൾ വച്ചിട്ടാകണം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ഏകാധിപത്യ മനോഭാവത്തോടു കൂടി ഞാനാണ് എല്ലാം നേടിയെടുത്തത്, ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരാൾ രംഗത്ത് വരികയാണെങ്കിൽ അയാളെ നഖശിഖാന്തം എതിർക്കാൻ ലീഗ് മുന്നിൽ ഉണ്ടാകും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞത്, ലീഗ് സതീശനെ തള്ളിപ്പറയും, ലീഗ് ഒരു പക്ഷേയെങ്കിൽ ചെങ്കൊടി പിടിക്കുകയും ചെയ്യും. സാഹചര്യങ്ങൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.